രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ നരേന്ദ്രമോദി മാറുകയാണെങ്കിൽ പകരം രാഹുൽ ആണ് എന്ന രീതിയിലുള്ള ദേശീയ തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് മുതലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ BJP പിന്നിലേക്കാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ BJP നേടിയ സീറ്റുകളുടെ അത്രയും സീറ്റുകൾ വേണ്ട എങ്കിൽ പോലും ഒരു 30-40 സീറ്റുകൾ കുറവെങ്കിലും നേടേണ്ടി വരും കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്തുവാൻ. അതല്ലെങ്കിൽ ഈ മഹാസഖ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ആശ്രയിക്കേണ്ടി വരും. നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഗുജറാത്തിൽ 26 സീറ്റും 2014 BJP നേടിയതാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് BJPക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞത്. ഇത് കോൺഗ്രസിൻ്റെ നേട്ടമാണ്. പക്ഷേ കോൺഗ്രസിന് ഈ കഴിഞ്ഞ തവണ ഗുജറാത്തിൽ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടം ഉണ്ടാക്കുവാൻ കഴിയില്ലല്ലോ. മധ്യപ്രദേശ് എടുക്കുകയാണെങ്കിൽ 29-ൽ 27 സീറ്റും 2014 BJP നേടിയതാണ്. അവിടെ ഭരണം കൈവിട്ടിരിക്കുകയാണ് BJP. കോൺഗ്രസ് അധികാരത്തിൽ വന്നു. പക്ഷേ എങ്കിലും അവിടെയും സമാന രീതിയിലുള്ള മത്സരമാണ് നടന്നത്. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്ന രീതിയിലാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ BJP നേടിയ ആ ഒരു അപ്രമാദിത്വം അത് മധ്യപ്രദേശിൽ നേടാൻ കഴിയില്ല. ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ ഉദാഹരണം മാത്രമാണ് എടുത്തത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ 48-ൽ 41 സീറ്റും കഴിഞ്ഞ തവണ BJP നേടിയതാണ്. അവിടെ ഇത്തവണ NCPയുമായുള്ള സഖ്യത്തിലൂടെയൊക്കെ BJPയെ മറികടക്കുവാൻ കോൺഗ്രസിന് കഴിയും എങ്കിൽ പോലും കഴിഞ്ഞ തവണ BJP നേടിയ ആ ഒരു സീറ്റ് നിലയിലേക്ക് കോൺഗ്രസിന് വരുവാൻ സാധിക്കില്ല. അതിനടുത്ത് പോലും എത്താൻ കഴിയില്ല. ഉത്തർപ്രദേശിലാണെങ്കിൽ 80-ൽ 73 സീറ്റും അപ്നാദളിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 73 സീറ്റുകൾ BJP സഖ്യം നേടിയതാണ്. ഇത്തവണ പക്ഷേ അവിടെ മഹാസഖ്യമാണ് നേട്ടം ഉണ്ടാക്കുക. കോൺഗ്രസിന് അവിടെയും മത്സരിക്കുന്ന സീറ്റുകളിൽ ജയിക്കാം, അതിനപ്പുറം നേട്ടമുണ്ടാക്കുവാൻ കഴിയില്ല. അപ്പോൾ NP ചെക്കുട്ടി പറഞ്ഞ അഭിപ്രായ പ്രകടനം ശരിയല്ലേ? ഒരു എഡ്ജ് ഇപ്പോഴും BJPക്ക് നിലനിൽക്കുകയാണ്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ കൂടെ അധികാരത്തിലേക്ക് എത്തുവാൻ ഇപ്പോഴത്തെ നിലയിൽ സാധിക്കാത്ത സാഹചര്യത്തിൽ. അല്ല മഞ്ജുഷേ, 2014 തെരഞ്ഞെടുപ്പിൽ 31 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുണ്ടാക്കിയ ഒരു സഖ്യമായിരുന്നു BJPക്ക് NDA എന്ന് പറയുന്നത്. ആ 31 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുണ്ടാക്കിയ ആ സഖ്യത്തിൽ BJPക്ക് അന്ന് 31% വോട്ട് കിട്ടുകയും ഏതാണ്ട് 6% വോട്ടാണ് സഖ്യകക്ഷികൾ കിട്ടിയത്. അങ്ങനെ 31-6 37% വോട്ടാണ് അവർക്ക് കിട്ടിയത്. ആ തെരഞ്ഞെടുപ്പിൽ BJPയെ മാത്രം അനലൈസ് ചെയ്താൽ ഏതാണ്ട് നമ്മളീ പറയുന്ന ബാക്കി വരുന്ന 69% വോട്ടുകൾ വികേന്ദ്രീകരിക്കപ്പെട്ടു. ആ വികേന്ദ്രീകരിക്കപ്പെട്ട വോട്ടുകൾ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വോട്ടുകളാണ്. ആ വോട്ടുകളെ കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണ് ഈ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2010 കോൺഗ്രസിൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട അജണ്ട വർഗീയ ഫാസിസ്റ്റ് ശക്തിയായ BJPയെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയുക എന്നുള്ളതാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഒരിക്കലും ഇനി വരാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞാൽ ആരാണ് അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് അതിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യത്തിലാണ്, പ്രധാനമന്ത്രിയുടെ കാര്യത്തിലല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പല ആവർത്തി ഞങ്ങൾ ശ്രമിച്ചു. പല യോഗങ്ങൾ നടന്നു. ചില യോഗത്തിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി അകന്നു നിന്നു, ചില യോഗത്തിലേക്ക് അവർ വന്നു. പക്ഷേ ഇവിടെ നമ്മൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് മോദി മാറണം. മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് അങ്ങനെ തന്നെയാണ്, മോദി മാറണം. പക്ഷേ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് മോദി മാറി രാഹുൽ വരണമെന്നാണ്. പക്ഷേ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഉദ്ദേശം മോദി മാറി രാഹുൽ വരണം എന്നതല്ല. രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ആര് പ്രധാനമന്ത്രിയാകുക എന്നുള്ളതല്ല പ്രശ്നം, ഇന്നത്തെ പ്രധാനമന്ത്രിയെ മാറ്റുക, ഇന്ന് അധികാരത്തിലിരിക്കുന്നവരെ മാറ്റുക. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകാൻ ഒരുപാട് പേര് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണല്ലോ കർണാടകത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ശ്രീ ദേവഗൗഡയ്ക്ക് പോലും ഒരു വട്ടം കൂടി പ്രധാനമന്ത്രി ആകുന്നതിനെക്കുറിച്ചുള്ള താല്പര്യമുണ്ട്. അദ്ദേഹം അത് പരസ്യമാക്കൂ. ഇവിടെ മമതാ ബാനർജിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെന്നുണ്ട്. തെലങ്കാനയിലെ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി ആകണമെന്നുണ്ട്. അതുപോലെ തന്നെ മായാവതിക്കും അഖിലേഷ് യാദവിനും പ്രധാനമന്ത്രി ആകണമെന്നുണ്ട്. വേണ്ടി വന്നാൽ ഞാൻ പ്രധാനമന്ത്രി ആകാൻ തയ്യാറാണെന്ന് ചന്ദ്രബാബു നായിഡുവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ പ്രാദേശികമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു അധികാര മോഹം ഈ മഹാഗഡ്ബന്ധിന് ഒരു വിഘാതമായി നിൽക്കുന്നെങ്കിലും രണ്ട് പോസിബിലിറ്റിയാണുള്ളത്. 2004 പോലെ ഒരു പ്രീ പോൾ അലയൻസ് അല്ലല്ലോ, പോസ്റ്റ് പോൾ അലയൻസും ആകാമല്ലോ. അപ്പോൾ പ്രീ പോൾ അലയൻസ് നടക്കുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് ജയിച്ചു വന്നിട്ട് ന്യൂമറിക്കൽ സ്ട്രെങ്തിൽ ആരാണോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ അംഗീകരിക്കുക. അല്ലെങ്കിൽ ന്യൂമറിക്കൽ സ്ട്രെങ്ത് വെച്ച് ആർക്കാണോ മറ്റുള്ളവരെ കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്നത്
അവരെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥ വരണം. അതാണല്ലോ ജനാധിപത്യം. അപ്പോൾ സ്വാഭാവികമായി 2004 മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസുമായി പരസ്പരം മത്സരിച്ചിട്ട് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഉണ്ടാക്കുകയും ആ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത്. അതൊരു പോസ്റ്റ് പോൾ അലയൻസ് ആയിരുന്നു. അപ്പോൾ പ്രീ പോൾ അലയൻസ് സാധ്യമായ സ്ഥലത്തൊക്കെ അങ്ങനെയും നമുക്ക് ആലോചിക്കാം. എന്തായാലും കോൺഗ്രസിൻ്റെ അജണ്ട എന്ന് പറയുന്നത് മോഡി മാറണം, ഈ ഗവൺമെൻറ് മാറണം. കാരണം ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിഞ്ഞ 5 വർഷം ജനങ്ങൾ അനുഭവിച്ച ദുരിതം, ഇന്ത്യയുടെ സമ്പത്ത് 1% വരുന്ന കോടീശ്വരന്മാരിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, പാവങ്ങൾക്ക് സഹായം ചെയ്യാത്ത ഈ ഗവൺമെൻറ് കോടികൾ തട്ടി നാടുവിട്ട കോടീശ്വരന്മാരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കുന്നില്ല. അപ്പോൾ എത്രയോ കോടി രൂപയാണ് ഈ ഗവൺമെന്റ്. പക്ഷേ ഈ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ ഈ സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് തിരിച്ചടി ഉണ്ടായി എന്ന കാര്യം ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ഡിസംബറിൽ നടന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ അതിൻ്റെ ഫലം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ കോൺഗ്രസിനുണ്ടാക്കിയ നേട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 45 സീറ്റുകളാണല്ലോ, അതിൽ നിന്ന് എത്രമാത്രം മുന്നേറാൻ സാധിക്കും? ഒരു 100-ൽ കൂടുതൽ സീറ്റുകളെങ്കിലും കോൺഗ്രസിന് കൃത്യമായി കിട്ടിയെങ്കിൽ മാത്രമല്ലേ ഈ മഹാസഖ്യം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ കർണാടകത്തിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ്, 28-ൽ 17 സീറ്റുകൾ BJP കഴിഞ്ഞ തവണ നേടിയപ്പോൾ ഇത്തവണ കോൺഗ്രസ് അവിടെ അധികാരം പിടിച്ചിരിക്കുകയാണ്. പക്ഷേ അത് JDSൻ്റെ പിന്തുണയോടുകൂടിയാണ് വന്നത്. JDSന് വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം വന്നു. അവിടെയാണ് താങ്കൾ പറഞ്ഞ ദേവഗൌഡയ്ക്ക് പോലും പ്രധാനമന്ത്രിയാകാൻ ഇപ്പോഴും ആഗ്രഹമുണ്ട് എന്ന്. ഗുജറാത്തിലൊക്കെ കഷ്ടിച്ച് BJP അധികാരത്തിൽ വന്നെങ്കിലും കോൺഗ്രസിന് എത്രമാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും? രാജസ്ഥാനിൽ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ അവിടെ 25 സീറ്റും ലോക്സഭയിലേക്ക് കഴിഞ്ഞ തവണ പിടിച്ച BJPക്ക് ഇത്തവണ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മോദിയെ മുന്നിൽ നിർത്തിയാണ്, കഴിഞ്ഞ തവണത്തെ മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിയല്ല പ്രചാരണം നടക്കുക. മഞ്ജുഷേ, 2014 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ലോക്സഭയിൽ BJPയുടെ അംഗബലം 282 അന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിരുന്നു. അതിനുശേഷം നടന്ന പാർലമെൻറ്റിലെ ബൈ ഇലക്ഷൻ എടുത്ത് നോക്കിയോ, 9 സീറ്റുകളുടെ എണ്ണമാണ് BJPക്ക് കുറഞ്ഞിരിക്കുന്നത്. ഈ 282-ൽ നിന്ന് 9 സീറ്റ്. ഇവൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി രാജിവെച്ച് അവിടെ മുഖ്യമന്ത്രിയായ ആ സീറ്റ് ഗോരഖ്പൂർ പോലും അവിടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച കണ്ട് 9 സീറ്റ് പോയി. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പറയാം, നിങ്ങൾ പറഞ്ഞല്ലോ വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച്, ഇപ്പം മധ്യപ്രദേശിൽ ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, രാജസ്ഥാനിലൊരു കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, ഛത്തീസ്ഗഡിലൊരു കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, അതുപോലെ തന്നെ പഞ്ചാബിൽ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഒരു അധികാര മാറ്റം ഉണ്ടായാൽ പെട്ടെന്ന് നടക്കുന്ന ഒരു ഇലക്ഷനിൽ ഒരിക്കലും ഒരു ഗവൺമെൻറ്റിനെതിരായി ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇത് വളരെ പെട്ടെന്നാണ്. കാരണം 3 സംസ്ഥാനങ്ങൾ 3 ഗവൺമെൻറ്റുകൾ അധികാരം ഏറ്റെടുത്ത് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് വിശ്വാസം അർപ്പിച്ച് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ടുവരികയും ആ ഗവൺമെൻറ് വിജയകരമായി ജനങ്ങൾക്ക് കൊടുത്ത ഉത്തരവാദിത്വം ദൗത്യം ഏറ്റെടുത്ത് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ പെട്ടെന്നൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കളം മാറി വോട്ട് ചെയ്യാനുള്ള സാധ്യത മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും വളരെ വിരളമാണ്. അതുകൊണ്ട് പാർലമെൻറ്റിൽ BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ആധിപത്യം മധ്യപ്രദേശിൽ നഷ്ടപ്പെടും, അതുപോലെ രാജസ്ഥാൻ നഷ്ടപ്പെടും, അതുപോലെ തന്നെ പിന്നെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്പറിൽ വളരെ താഴ്ചയിലേക്ക് അവർ വരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടന്ന സർവേ അങ്ങ് അംഗീകരിച്ചാൽ പോലും കഴിഞ്ഞ തവണത്തിൻ്റെ പകുതിയിലേക്ക് അവർ വരികയാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കക്ഷിയായി ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല. അതാ ഒരു ഹങ് പാർലമെൻറ്റിൻ്റെ സാധ്യതയാണല്ലോ ചേക്കുട്ടി പറഞ്ഞത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഹങ് പാർലമെൻറ്റിന് അങ്ങനെ വരുമ്പോൾ അത് ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രീ നരേന്ദ്രമോദി തയ്യാറായാൽ അന്ന് ഈ മുന്നണിയോടൊപ്പം നിൽക്കുന്ന പഴയ ആളുകളും നരേന്ദ്രമോദിക്കെതിരായി വരും. കാരണം ഈ അടുത്ത കാലം വരെ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന പല ആളുകളെയും ഏച്ചുകെട്ടിയിട്ടാണ് BJP മുന്നണിയിൽ കൊണ്ടുവന്ന മഹാരാഷ്ട്രയിൽ ശിവസേന അടക്കം. അപ്പോൾ അത് സ്വാഭാവികമായി പല ആളുകൾക്കും മോഡിക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടുന്നില്ലെന്ന് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കളം മാറ്റി പിന്നെ അദ്ദേഹത്തിനെതിരായ ഒരു മുന്നണിയിലേക്ക് വരാൻ അവർ ഒരു വൈമനസ്യവും കാണില്ല. കാരണം ഡൽഹിയിലൊക്കെ ഈ ആയാറാം ഗേറാം പൊളിറ്റിക്സ് ആണല്ലോ, നമ്മുടെ കേരളത്തെ പോലെ അല്ലല്ലോ. അതുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കളം മാറ്റി ചവിട്ടുന്നതിന് യാതൊരു മനസാക്ഷി കുത്തും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളില്ല. അതുകൊണ്ട് ഇന്ന് നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായാൽ ഈ 31 മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ 17 ആയതുപോലെ ആ 17-ൽ നിന്നും
പല പാർട്ടികളും വിട്ടുപോകും. ശരി, അതാ ഞാൻ ശരി, പറഞ്ഞ പോസ്റ്റ് പോൾ അലയൻസിൽ ഒരുപാട് ആളുകൾ ഈ പറയപ്പെടുന്ന മോഡി വിരുദ്ധ ചേരിയിലേക്ക് വരും. ശരി ശരി